ഹായ് ഹലോ, ദേവൂസ് ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ഒഴുവല് മീൻ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് പീര വെക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മളിവിടെ കോട്ടയം സൈഡൊക്കെ പീര വെക്കുക എന്നാണ് പറയാറ്. ചിലയിടത്ത് മീൻ വറ്റിച്ചെടുക്കുക എന്ന് പറയാറുണ്ട്, ചിലയിടത്ത് മീൻ തോരൻ എന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറയാറെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ പീര വെക്കുന്നതിനാവശ്യമായ തേങ്ങയെല്ലാം ഒന്ന് ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് നമുക്ക് പിച്ചിയെടുത്തുകൊണ്ട് വരാം. ആവശ്യത്തിനുള്ള മുളകെല്ലാം നമ്മൾ പിച്ചിയെടുത്തിട്ടുണ്ട്. ഇനി 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയും വേണം. ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളകെല്ലാം ഒന്ന് ചതച്ചെടുത്തുകൊണ്ടും കൂടെ വരാം. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. സവാളയെല്ലാം കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം ചിരകി വെച്ച തേങ്ങ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ കഷ്ണങ്ങളാക്കിയ കൊടംപുളി, കറിവേപ്പില, ഉപ്പ് എല്ലാം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും സവാളയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. കാന്താരി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും വളരെ ഉചിതം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഒഴുവലി മീൻ ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മേലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഒഴുവല് മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായാൽ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയോടെ വേണേ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ബായ്.